ഒരു പെണ്ണ് വന്നിട്ടുണ്ട് കാണാൻ. എന്തിനാടാ? ഫാദറിന് എന്തിനാ കാണാൻ വരിക? എന്തെങ്കിലും പ്രശ്നം കാണും. ഫാദറിന് നല്ല പ്രശ്നമാടാ, പൈൽസിന്റെ പ്രശ്നം. ഡോക്ടറെ അടുത്ത് നിന്ന് അപ്പോയിന്റ്മെന്റ് വാങ്ങി. ആ പെണ്ണിന് ഇന്ന് പോയിട്ട് നാളെ താങ്കൾക്ക് പൈൽസിന്റെ പ്രോബ്ലം. എന്റെ ലൈഫ് തന്നെ പ്രോബ്ലത്തില്ല. ഉറങ്ങാൻ പോലും പറ്റില്ല. നിനക്ക് ഉറക്ക പ്രശ്നം, എനിക്ക് ഇരിപ്പ് പ്രശ്നം. എനിക്ക് ഇരിക്കാൻ ഒട്ടും പറ്റില്ല. തലയിലിരുന്ന് ആരും മുള്ളുകൊണ്ട് കുത്തുന്നത് പോലെയുണ്ട് എനിക്ക്. എനിക്ക് സ്കൂട്ടർ കൊണ്ട് കുത്തുന്ന പോലെയാ. നമ്മുടെ അടുത്ത് പ്രശ്നം എന്ന് പറഞ്ഞു വരുന്നവരുടെ അടുത്ത് നമ്മുടെ പ്രശ്നം പറയരുത്. അധ്യായം 41 ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താടാ പറഞ്ഞേ? നീ പേടിക്കരുത്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ അനുവാദം അല്ലാതെ ബൈബിൾ എടുക്കരുതെന്ന്. നീ പറ മോളെ. എന്റെ പേര് ഭവാനി എന്നാണ്. എന്റെ സിസ്റ്ററിന്റെ പേര് നിന്റെ അമ്മയുടെ പേര് പറയണ്ട. നിന്റെ അച്ഛന്റെ പേര് ചക്രപാണിയോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഫാദർ, താങ്കൾ ദേഷ്യപ്പെടാതെ സമാധാനത്തോടെ ഇരുന്ന് ആദ്യം മുതലുള്ള കഥ കേട്ടല്ല പ്രശ്നം തീരുള്ളൂ. മൂലത്തിൽ തന്നെയാ പ്രശ്നം. എന്നെ കൊണ്ട് ഇരുന്നോട്ട് കേൾക്കാൻ പറ്റില്ല. ഞാൻ നടക്കാം, നീ പറ. തിരുവനന്തപുരത്തിലെ നെയ്യാറ്റിൻകര എന്നുള്ള ഒരു മനോഹരമായ നാടുണ്ട്. അതെന്താ സുന്ദരമായ നാട്? സുന്ദരനാട് അത്ര വന്നു. എന്റെ വീട്ടിൽ ഞങ്ങൾ 3 സഹോദരിമാരാണ് ഉള്ളത്. ഞാനാണ് മൂത്തത്. MGRൽ നിന്നും STR വരേക്കും, ശിവാജിയിൽ നിന്ന് ശിവകാർത്തിയൻ വരെയും, തല, ദളപതി, ധനുഷ് ഇവരൊക്കെ വോയിസ് മിമിക്രി ചെയ്യും. ഓ, മിമിക്രി ഒക്കെ ചെയ്യുമല്ലേ? നല്ല രീതിയിൽ പ്രോഗ്രാം ഒക്കെ കിട്ടാറുണ്ടോ? ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മിമിക്രി മാത്രമല്ല, വായ അനക്കാതെ ശബ്ദവും വരുത്താറുണ്ട്. അമ്മേ ഭദ്രകാളി അമ്മേ, 11 പേർക്ക് 7 പേരെ കിട്ടി. ഇനി ഒരു 4 പേരെ കിട്ടാൻ വേണ്ടി നീ തന്നെ എന്റെ വഴി കാണിച്ചു തരണം. ടിവിയുടെ സൗണ്ട് ഓഫ് ചെയ്തു. വാ അനങ്ങുന്നുണ്ട്. അപ്പോ ശബ്ദം എവിടെന്നാ വരുന്നേ? ഇതിന്റെ പേരാണ് വെന്റിലോക്കിസം. എന്ത്? എൻട്രി ലോക്കായെന്നോ? ഉള്ളിൽ നിന്ന് ശ്വാസം എടുത്തിട്ട് സംസാരിക്കും. മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങളുടെ വോയിസിൽ വായനക്കഥ സംസാരിക്കും. എന്റെ ശബ്ദത്തിലാ? എന്നാ പറ. നിനക്ക് ഉറക്കത്തിന്റെ പ്രശ്നം, എനിക്ക് ഇരിപ്പ് പ്രശ്നം. എന്നെ കൊണ്ട് ഇരിക്കാൻ പോലും പറ്റില്ല. എന്താ മോളെ, എന്റെ ശബ്ദം കൃത്യമായി പറയുന്നുണ്ടല്ലോ. മേഡം മേഡം, എന്റെ ശബ്ദത്തിൽ പറയാമോ? ഡേയ്, ഇവിടെ എന്ത് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നോ? അവന്റെ വോയിസ് പറയേ. നീ പറഞ്ഞോ. ശരിക്കും ഇതൊരു സയൻസ് ലാബ് അല്ല. എന്റെ സഹോദരി ശിവാനിയുടെ റൂമാണിത്. എന്തിനും 2.0 മൂവി ശങ്കറിനേക്കാൾ അധികം ഇവളായിരിക്കും കണ്ടിട്ടുണ്ടാകുക. റോബോട്ടിക് കോളേജിൽ ചേരുന്ന വാശി പിടിച്ച് അവള് ഗോൾഡ് മെഡൽ വാങ്ങിച്ചു. ഇതിൽ ഇവളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നാൽ ചത്തുപോയ ആട്, നായ, കോഴികളെയൊക്കെ റോബോട്ടിക്സ് മെത്തേഡിൽ എഴുന്നേൽപ്പിച്ചിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ട്രെൻഡ് ആക്കുന്നതാണ്. നീ പറയുന്ന കേട്ട് കഴിഞ്ഞാ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുമല്ലോ. വേറൊരു സിസ്റ്ററുണ്ട്, യാഴിനി. എല്ലാവരുടെ കയ്യൊപ്പും അവൾ അതുപോലെ തന്നെ ചെയ്യും. റിപ്പോർട്ട് കാർഡിലുള്ള അച്ഛന്റെ ഒപ്പ് മുതൽ തുടങ്ങി രൂപ നോട്ടിലുള്ള ഗവർണറുടെ ഒപ്പ് വരെ അവൾ കൃത്യമായിട്ട് ഇടും. അത്രയ്ക്ക് ടാലന്റ് ആണ്. ഇത് ടാലന്റ് അല്ല, കുറ്റകൃത്യമാണ്. ഇതെന്നെ ചേച്ചിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇതാരാ നിൽക്കുന്നേ? പക്ഷെ ചേച്ചിയല്ല, അമ്മ, ചെല്ലമ്മ. വായ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ അതൊരു റേഡിയോ നിലയമാകും. മറ്റുള്ളവരെ പോലെ സംസാരിക്കാറില്ലേ? മരിച്ചുപോയ ഒരാളെ ഡ്യൂപ്ലിക്കേറ്റ് ആയി ഉണ്ടാക്കുന്ന നിന്റെ അനിയത്തി, കള്ള ഉപ്പ് മാത്രം ഇടാൻ അറിയാവുന്ന മറ്റൊരു അനിയത്തി. അപ്പം കുടുംബം മൊത്തത്തില് ഫ്രോഡ് ഫാമിലിയാണ്. പൈൽസ് കൊണ്ട് ഇരിക്കാൻ പോലും പറ്റാത്ത എന്റെ അടുത്ത് വന്ന് കുമ്പസരിക്കുന്നു. കഥ മുഴുവനായിട്ട് പറയട്ടെ ഫാദർ, ഇല്ലെങ്കിൽ മറന്നു പോയിട്ട് ഞാൻ ആദ്യം. അതാരാ? അവന്റെ മോന്ത എന്ത് കണക്കായിരിക്കുന്നേ? എന്റെ അമ്മാവനാണ് മുരുകേശൻ. ഞങ്ങളിട്ട പേരാണ് മപ്പു മാമ. ട്രാവൽസ് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ കാറിനകത്ത് ഫുള്ളൊരു ബാറുണ്ട്. പക്ഷെ എന്റെ അടുത്ത് 100% ലവ്. വൃത്തികെട്ട ഇവന്റെ പേരൊരു കാണ്ടാമൃഗത്തിൻ്റെതാ. ഇവനെയൊന്നും ഒരുപാട് നേരം നോക്കാൻ പറ്റില്ല. വേറെ ഇതാണ് എന്റെ മുത്തച്ഛൻ തങ്കസ്വാമി, ബിരിയാണി സ്പെഷ്യലിസ്റ്റ്. കണ്ടാ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇയാൾ വയ്ക്കുന്ന ബിരിയാണിയെ കൊള്ളാമോ? എന്റെ മുത്തച്ഛന് വെള്ളക്കാരൻ ബിരിയാണി എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. ബിസിനസ് അടിപൊളിയായിരുന്നു. ആ സമയത്ത് പാലം കെട്ടണമെന്ന് പറഞ്ഞ് ബസ് റൂട്ടെല്ലാം മാറ്റിവിട്ടു. അതോടുകൂടി കടയിൽ വരുന്ന റെഗുലർ കസ്റ്റമറിന്റെ എണ്ണം നിന്നു. അവസാനം കട നടത്താൻ പറ്റാതെ അത് വിൽക്കേണ്ട അവസ്ഥയിലെത്തി. സ്വന്തം കടയിൽ വേലക്കാരനായിട്ട് ജോലി നോക്കി. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി സ്വന്തമായിട്ട് ഒരു 2 ഗ്രൗണ്ട് എടുത്തിട്ട് പണയം വെക്കാൻ തീരുമാനിച്ചു. ഇതാരാണ് ഈ ഒരു പുതിയ മൊട്ടത്തലേ? സൈക്കിളിന്റെ പലിശയിൽ തുടങ്ങി റോക്കറ്റിന്റെ പലിശ എത്തിയിരിക്കുന്ന റോക്കറ്റ് രവി. ഞാൻ കടം കൊടുക്കുന്ന ആരുടെയും കയ്യിൽ നിന്ന് ആധാർ കാർഡൊന്നും വാങ്ങത്തില്ല. റേഷൻ കാർഡ് മാത്രമേ മേടിക്കത്തുള്ളൂ. അതോ ലേഡീസ് മെമ്പർ മാത്രമാണെങ്കിൽ ഉടനെ സാങ്ഷൻ ചെയ്ത് കൊടുക്കും. പണം കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ പലിശ കിട്ടിയില്ലെങ്കിൽ ഇവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എല്ലാം അറിഞ്ഞു വെച്ച് തന്നെ റോക്കറ്റ് രവിയുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങിച്ചു. ആ ദിവസമാണ് ഞങ്ങളുടെ ജീവിതം മാറി.
ഈ ബില്ലിന്റെ പേയ്മെന്റ് പേയ്മെന്റോ? അതിന് നിങ്ങൾ MLA അല്ലേ കാണേണ്ടത്? ആ 2 ലക്ഷം നിങ്ങൾ പാർട്ടിക്ക് ഡൊണേഷൻ ആയിട്ട് കൊടുത്തേക്കേ. ആർക്കൊക്കെയോ പണം വാരിയെറിഞ്ഞു കൊടുക്കുന്നു. ഇത് ആഹാരത്തിന്റെ കാര്യമാ. ഇല വലിച്ചെറിയുന്നത് പോലെ എന്നെ വലിച്ചെറിയല്ലേ. നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് അഡ്വാൻസ് പോലും വാങ്ങിക്കാതെ ഞങ്ങളുടെ കടയുടെ ആധാരം പോലും പണയം വെച്ച് ഇതെല്ലാം ചെയ്തത് സർ. അത് മാത്രമല്ല സാർ, ഇതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ വലിയ ഓർഡർ. ഓ, ഇതാണോ വലിയ ഓർഡർ? ഇത് നിങ്ങൾ ആദ്യം പറയണ്ടായിരുന്നോ? ചെക്ക് ബുക്ക് എടു. വലിയ സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലം തന്നെയാണ്. എന്താ സാറേ, വെറും 10,000 രൂപ മാത്രമേ ഇത് തന്നെ കൂടുതലാ. ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് കാശ് മേടിക്കുന്ന ആദ്യത്തെ ഹോട്ടലുകാരൻ നീയാ. ഈ ചെക്ക് ഞാൻ എടുത്തുകൊണ്ട് പോയാലേ 10,000 രൂപ നിങ്ങൾ എനിക്ക് ഭിക്ഷ തന്ന പോലെയാ. പക്ഷേ ഈ ചെക്ക് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തന്നാൽ 2,64,500 രൂപ ഞാൻ നിങ്ങൾക്ക് ഭിക്ഷ തന്ന പോലെയാ. കൊണ്ട് എല്ലിന് ക്ഷതമേർപ്പെട്ട് രക്തക്കുഴലിനെ ഹെവിയായി ബാധിച്ചിരിക്കുന്നു. സോ ഹെമോഡെമോ ഫോം ആയിരിക്കുന്നു. ഫാദർ എന്തിനാ കരയുന്നേ? ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കരയാതിരിക്കും? കറക്റ്റ്. പോലീസുകാരോടും പറയാൻ പറ്റാതെ, കടയും നടത്താൻ പറ്റാതെ, നടുക്കടലിൽ പെട്ടുപോയതുപോലുള്ള ഒരു അവസ്ഥ. ഞാൻ ആ സിറ്റുവേഷൻ ഓർത്ത കരഞ്ഞ് ആശുപത്രിയിലും പോകാൻ പറ്റുന്നില്ല. വാ കൊണ്ടല്ലേ കരയാൻ പറ്റൂ. എന്റെ ബാക്ക് ഓർത്ത് ഞാൻ കരയുക. അതെ മാർട്ടിൻ, താങ്കളുടെ വലത്തെ കൈ പിടിച്ച് താങ്കൾക്ക് തുണയായി ഞാനുണ്ട്. അധ്യായം 41-ലെ 13-ാമത്തെ വരിയിൽ എന്താ പറഞ്ഞത് അറിയില്ലേ? എന്താണ് അതിലുള്ളത്? നിങ്ങളൊക്കെ ഒരു ഫാദറാണ്. നിങ്ങൾ പറ, പിന്നെന്തായി? വേറെ എന്തായിരിക്കും? അവളുടെ അപ്പൂപ്പനെ ഒന്നടിച്ചു, അതോടെ കാര്യം തീർന്നു. അത് കണ്ട അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക്, അത് കണ്ട അനിയത്തി തല ഇറങ്ങി വീണു. പിന്നെ വേറൊരു അനിയത്തിക്ക് ഭ്രാന്തായി. ഇതാ വന്ന് എന്നെ മെന്റലാക്കാൻ പോവാ, അത്രേ ഉള്ളൂ. അയ്യോ, അങ്ങനെയല്ല അങ്കിൾ. അങ്കിളെന്നോ? ഞാൻ ഫാദറാ. സോറി ഫാദർ, ഒരു ഫ്ലോയിൽ വന്നു പോയതാ. നല്ല വേദന. ഫ്ലോയോട് കൂടി തന്നെ പറ. എന്നെ കൺഫ്യൂസ് ആക്കി. ഇപ്പൊ പറയാനുള്ളതൊക്കെ ഞാൻ മറന്നുപോയി. വീണ്ടും ഞാൻ ആദ്യം മുതൽ പറയട്ടെ. ഇനി ആദ്യം തൊട്ടോ? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്നുള്ള ഒരു മനോഹരമായ നോക്കിയേ, ഇതിലെ ഹീറോയിൻ നീ തന്നെയാ. വില്ലനും കൊമേഡിയനും വന്നു. ദേവ്, ഇത് ഹീറോ ആരാണെന്ന് പറ. പേര് പൂങ്കുണ്ട്രൻ. പ്രഗത്ഭനായ വക്കീലാണ്. അടക്കൽ രാജുവിന്റെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നു. കേസ് നമ്പർ 97/24. ഇവരാണ് മെഡിക്കലിന്റെ അച്ഛനെന്ന് അറിയപ്പെടുന്ന ട്രിവാൻഡ്രം MLA അടക്കൽ രാജു. അങ്ങേരുടെ ഭാര്യ ഡോക്ടർ ജാസ്മിനും ചെറിയ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ഈ വ്യാജ ക്യാമ്പിന് സത്യമാണെന്ന് വിചാരിച്ച് പാവപ്പെട്ട ജനങ്ങൾ ചെക്കപ്പിന് വേണ്ടി ക്യാമ്പിലോട്ട് ചെല്ലും. അവരുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ് എല്ലാം വാങ്ങിച്ച് അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് വെള്ളപ്പേപ്പറിൽ കയ്യൊപ്പം വാങ്ങിച്ച് അവരറിയാതെ അവരുടെ പേര് തന്നെ പോളിസി എടുത്ത് ഇല്ലാതെ രോഗം ഉണ്ടെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തതുപോലെ ബില്ലും ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെന്റ്സ് റെഡിയാക്കി ഇൻഷുറൻസ് ഓഫീസേഴ്സിനെ തന്റെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് കോടിക്കണക്കിന് കൊള്ളയാണ് അടിച്ചിരിക്കുന്നത്. അടയ്ക്കൽ രാജിന്റെ ഇൻഷുറൻസ് സ്കാമിലെ ബാധിക്കപ്പെട്ടവർ ഇതുവരെ ഞങ്ങളെടുത്ത ലിസ്റ്റ് പ്രകാരം 28 പേരാണ്. ഇനി എത്ര പേരാണാവും? ഒന്നും അറിയാതെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിലും ജീവനോടും കളിക്കുന്ന അടയ്ക്കൽ രാജിന് കടുത്ത ശിക്ഷ നൽകി മോഷ്ടിച്ച എല്ലാ പണങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ ഉത്തരവിടണമെന്ന് ഞാൻ താങ്കളെ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സിയുലേക്ക് മാറ്റിയിരിക്കുക. 24 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം കോമയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് സർജറി ആയതുകൊണ്ട് ഏകദേശം 25 lakhs വരെ ചെലവാകും. മുത്തശ്ശന് ഓപ്പറേഷൻ ആണെന്ന് നീ പറയുന്നു. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ സഹായിക്കാം മോളെ. പക്ഷേ ക്യാഷ് ഇപ്പം ഇല്ല. ബാങ്കിലോട്ടാണ് ഞാൻ പോകുന്നത്. നിന്റെ അക്കൗണ്ട് നമ്പർ എഴുതി കൊടുക്കുക, ഞാൻ ഉടനെ ട്രാൻസ്ഫർ ചെയ്തേക്കാം. പറഞ്ഞതുപോലെ തന്നെ 25 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മുത്തച്ഛന് വേണ്ടിയുള്ള പണം ഹോസ്പിറ്റലിൽ കെട്ടിയതിനു ശേഷം റോക്കറ്റ് രവിയോട് നന്ദി പറയാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ ചെയ്തു. തക്ക സമയത്ത് ദൈവത്തിനെ പോലെ വന്ന് സഹായിച്ചു. വളരെ നന്ദി ചേട്ടാ. നന്ദിയൊക്കെ എന്തിനാ? ഞാൻ നിനക്ക് പൈസ അയച്ചതേ ഇല്ലല്ലോ. നിന്റെ മുത്തച്ഛൻ രാഷ്ട്രീയക്കാരോട് വഴക്കുണ്ടാക്കി അടി മേടിച്ച ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയത് ഞാൻ പറഞ്ഞല്ലോ. രാഷ്ട്രീയക്കാരുമായിട്ട് പ്രശ്നത്തിന് പോകുന്ന ആരുമായിട്ട് ഞാൻ പൈസ കൊടുക്കേണ്ടി വാങ്ങൽ നടത്താറില്ല. ഇതിന് മുൻപേ മേടിച്ച പൈസ എല്ലാം പലിശയോടുകൂടി തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തോടെ തെരുവിലോട്ട് ഇറങ്ങി പിച്ച് എടുപ്പിച്ച പൈസ ഞാൻ മുതലാകും. റോക്കറ്റ് രവി ആ കാശ് അയച്ചില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും 25 ലക്ഷം രൂപ അയച്ചത്? പുതിയ നമ്പറാണല്ലോ, കട്ട് ചെയ്താലോ? ചുമ്മാ ഓഫ് ചെയ്തേക്കാം.
അയ്യോ ഭവാനിയാണോ? ഭവാനി സിസ്റ്റർ, ഭവാനി മാഡം, നിങ്ങളുടെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പണം വന്നില്ലേ? ഇതിൽ ആരാടാ ഭവാനി? യെല്ലോ കളർ ചുരിദാർ ഇട്ടോണ്ട് ഇരിക്കുന്നില്ല അവിടെ അവളെ. ആ വെള്ളക്കാരന്റെ ബിരിയാണി ഫാമിലിയാണെന്ന്. മോളെ ബവ്വേ, ഫോൺ ചെയ്താൽ എടുക്കൂല എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും വലിയ ആളാണോ? ഞങ്ങളോട് ഇത്രയൊക്കെ ചെയ്തത് പോരെ, ഇനി എന്തിനാ വീണ്ടും വന്നിരിക്കുന്നേ? ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പൊട്ടു ഭവാനി എന്നുള്ള ഒരാളെ ഫിക്സ് ചെയ്തു. എന്റെ സർവീസ് ചാർജ് 25 lakhs. ഭവാനി OCC ബാങ്ക് ഈ അക്കൗണ്ട് നമ്പറിലേക്ക് ആ 25 lakhs ട്രാൻസ്ഫർ ചെയ്തേക്ക്. ലവന്റെ പേരും ഭവാനി, നിന്റെ പേരും ഭവാനി. അവനും OCC ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, നിനക്കും OCC ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അവന്റെ അക്കൗണ്ട് നമ്പറിൽ അവസാനം 90 കഴിയും, നിന്റെ അക്കൗണ്ട് നമ്പറിൽ അവസാനം 09 കഴിയും. പക്ഷെ പിറകെ ഇരിക്കുന്ന ഈ നായിന്റെ മോൻ ആ ഭവാനിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട പൈസ ഈ ഭവാനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തു നിന്നും പണം വരാനുണ്ടായിരുന്നു. ആ പണമാണ് ഈ പണമെന്ന് വിചാരിച്ചിട്ട് ആ പണം എടുത്ത് മുത്തച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ ആ പണം ഹോസ്പിറ്റലിൽ അടച്ചു. നീ അപ്പന് ഓപ്പറേഷൻ ചെയ്യോ അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യോ അതിനെ കുറിച്ച് എനിക്കൊന്നുമില്ല. ഇമീഡിയറ്റ് ആയിട്ട് ആ 25 lakhsനെ ആ ഭവാനി അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഉടനെ ചോദിച്ചാൽ എങ്ങനെ തരാൻ പറ്റും? കുറച്ച് സമയം വേണം. എത്ര സമയം? ഒരാഴ്ച. ഒരു 1 ആഴ്ച. അടക്കൽ രാജിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയുന്നു തോന്നുന്നു. നിങ്ങൾ ഉടൻ തന്നെ ആ പൈസ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് നിങ്ങളുടെ കുടുംബത്തോടെ കത്തിച്ചേക്കും. 24 hours. അഡ്വക്കേറ്റ് പൂങ്കുട്ടി സാറിനെ ഒന്ന് കാണണം. സാർ തിരക്കിലാണ്. നിങ്ങളൊന്ന് ലോബിയിൽ വെയിറ്റ് ചെയ്യാമോ? ഞങ്ങൾ പൂങ്കുണ്ട്രം സാറിന്റെ ക്ലോസ് റിലേറ്റീവ്സാ. അയ്യോ അമ്മേ, ചുമ്മാരി. അദ്ദേഹം വരാൻ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. ഞങ്ങള് വെള്ളക്കാരൻ ബിരിയാണി ഡോണേഴ്സാ. വിസിറ്റിംഗ് കാർഡ് താടി. ദാ വെച്ചോളൂ. ഏത് റൂം എന്നാ പറഞ്ഞേ? 302. കോളിംഗ് ബെൽ അടിച്ചിട്ടും റെസ്പോൺസ് ഇല്ലല്ലോ. പിന്നെ വരാം. റൂം തുറന്നെടുക്കടി. സർ സോറി സർ, കുറെ നേരം കോളിംഗ് ബെല്ലടിച്ച് നോക്കി, ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അതുകൊണ്ടാ ഞങ്ങൾ അകത്തേക്ക് വന്നത്. തങ്കസ്വാമി മുത്തച്ഛനാ നിങ്ങളുടെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ മരുന്നും മുത്തച്ഛനെ അടിച്ച് പരിക്കേൽപ്പിച്ചു. ഇപ്പൊ ഹോസ്പിറ്റലാ. എന്താ ഞാൻ പറഞ്ഞതിനൊന്നും മറുപടി ഇല്ലാത്തത്? ഫോൺ അടിച്ചോണ്ടിരിക്കുന്നു, എടുക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? കള്ളു പിടിച്ച് ഫിക്സ് കാണിക്കുന്നു. അയ്യോ സോറി സോറി. അയ്യോ നമ്മളെ രക്ഷിക്കാൻ വന്ന ദൈവം പോയല്ലോ. അയ്യോ രാവിലെ പേപ്പറിൽ വാരഫലത്തില് പൈസ വരുന്ന പറഞ്ഞു, ശവം വരുന്ന പറഞ്ഞില്ലല്ലോ. അയ്യോ ദൈവമേ, ഈ കൈ കൊണ്ടാണല്ലോ കഥക് തുറന്നത്. എന്തിനാ എന്റെ കൈ കടിച്ചത്? ഇനിയും കൊല്ലുന്നോ? ഓൾറെഡി ഒരു ശവം ഇരിക്കുമല്ലേടി, അത് പോരെ നിനക്ക്? മിണ്ടാതിരിക്കമ്മേ, പേടിയാവുന്നല്ലോ അമ്മേ. മര്യാദയ്ക്ക് കതവ് തുറക്ക്. നിങ്ങളുടെ മുഖമല്ല CCTV കാണുന്നുണ്ട്. ഇരുട്ട് അറിയും മുരട്ട് കൊല എപ്പിസോഡ് 8828 മിസ് ചെയ്തല്ലോടി. പോയ പെണ്ണുങ്ങൾ പെട്ടുപോയോ അതോ രക്ഷപ്പെട്ടോ? ആരാ ദൈവമേ, നീ തുറക്ക. പേടിക്കാതെ ശിവാനി പോയിക്കോളൂ, ശിവാനി പോയിക്കോളൂ. ഇവിടെയും വന്നിട്ടുണ്ടല്ലോ. അവൻ കത്തിയെ കൊണ്ട് കാത് കറക്കാം. നമുക്ക് ഇയാളെ പിടിച്ചോണ്ട് ബെഡിൽ കിടത്താം. എന്നിട്ട് ചോദിച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ അയാൾ ഉറങ്ങുമ്പോ നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാലോ? അവർ ഉറങ്ങിയത് കൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നതെന്ന് പറയാം. ചെല്ലുമ്പോ കാല് പിടിക്കും. ഞാൻ ആരുടെ കാല് പിടിക്കില്ല, കയ്യിലേ പിടിക്കുള്ളൂ.
ഓ താഴെയല്ലേ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. അയ്യോ വെയിറ്റ്. അയ്യോ അയ്യോ അയ്യോ